Good morning guys, welcome back to my YouTube channel. This is Mia Halia. Now you are watching Life in View. അപ്പോൾ ഗൈസ് ഞങ്ങളിന്ന് ഔട്ടിങ്ങിന് പോവുകയാണ്. ഞങ്ങൾക്ക് ഔട്ടിങ് കിട്ടി. എന്തായാലും റെഡി ആയിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ പോരും മഴയെന്നല്ല, നമുക്ക് പോകാൻ എനിക്ക് തോന്നുന്നില്ല മനസ്സിൽ പോകണോ വേണ്ട ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നു. ചെന്ന് തന്നൂടാ, പക്ഷെ പോകണം. ഇനി ഈ ഔട്ടിങ് വരും, പിന്നെ എപ്പോൾ കിട്ടുമെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. ഞാൻ റെഡിയാകട്ടെ. 7:20 ബസ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം തന്നെ സമയം 7 മണിയാവാറായി. ഞാൻ ഇവിടെ കഴിഞ്ഞ് കഴിക്കണം, റെഡിയായിട്ട് പോയി കഴിക്കണം, എന്നിട്ട് പോകണം. ഞാൻ ഒരുങ്ങി, പക്ഷേ എനിക്കിപ്പോൾ ഡ്രസ്സ് ഏതിരണോ ഇനിയിപ്പോൾ കൺഫ്യൂഷനാണ്. ഒരു ഡ്രസ്സുണ്ട്, ടോപ്പുമുണ്ട്, അതിരണോ അതാ ചേഞ്ച് ചെയ്യും. ഫുൾ കൺഫ്യൂഷൻ. കാരണം ഇന്ന് പോകണോ വേണ്ടേ എന്നിങ്ങനെ ഒരു കൺഫ്യൂഷൻ എന്തോ പോയില്ല. അതുകൊണ്ട് ഞാൻ ആലോചിക്കണം ഏതിരണോ. ആലോചിച്ചൊരു ബസ് പോവും, ആ വഴി കാണിച്ചു തരാം. ഇത് ഇത്രേ ഉള്ളൂ, ചെറുത. ഇതിരണോ അതാ ജീൻസും ടോപ്പിനോ ഇന്ന് വന്നു. ഞാൻ എന്തായാലും തീരുമാനിക്കട്ടെ എന്തെങ്കിലും. അവസാനം ഞാൻ ഈ ഡ്രസ്സ് ഇടാന്ന് വെച്ച്, ജസ്റ്റ് ജീൻസും ടോപ്പും. ഇത് ഞാൻ ഹോസ്പിറ്റലിൽ എപ്പോഴും കൊണ്ടുപോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ നന്നോടെ നമ്മളിറങ്ങി ഇങ്ങനെ പോകാൻ പോകുന്നത്. ബായ്. നിങ്ങൾ പോട്ടെ. ചെന്നിട്ട് എവിടെ പോകുന്ന പ്ലാനില്ല, ചെല്ലുമ്പോൾ ബൈ. നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഞങ്ങളുടെ കുടുംബസ്വത്താണ്. ആ കുടുംബവേഗയാണ് കേട്ടോ. ബസ്സാനിയ ഞങ്ങളെല്ലാം സെപ്പറേറ്റ് ഇങ്ങോട്ട് എല്ലാം ബസ്സിലാണ് വന്നത്. ഞങ്ങളെ കോളേജ്. ഹായ് ഹായ് ചെല്ലു. ശരി, ഞങ്ങൾ 8th ഫ്ലോറിൽ ചെന്ന് സിസ്റ്റേഴ്സിനെ കാണാൻ പോകുന്നു. ബെനീറ്റ വരുന്നുണ്ടോ? ഹായ്. ബെനീറ്റ അവള് ആസാമി. ഞാൻ പോയി 8th ഫ്ലോറിൽ ചെന്ന് സിസ്റ്റേഴ്സിനെയും കണ്ടിട്ട് ഇന്ന് ഡിമാർട്ടി അവളുമാർ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ വിളിച്ച് അവരുമാർ നമുക്ക് ഇവിടെ ഫോട്ടോഷൂട്ട്. ഇതാണ്ട് ക്യാമറാമാൻ അശ്വതി. ഒരു ഹായ്. ചർച്ചിലെത്തി. ചർച്ച് ഞങ്ങൾ ചർച്ചിൽ ഞാൻ ചർച്ചിൽ വന്നതിൻ്റെ കാര്യം ഇവർക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ബസ്സിലേക്ക്. സോ അതുകൊണ്ട് ഞാൻ അവിടെ വാങ്ങിച്ചു. ഇല്ല, നീ നേരെ ഡിമാർട്ടി പോകേണ്ട ഞങ്ങളാ. പെട്ടെന്ന് ഞാൻ ഫോട്ടോ എടുത്ത് തരാം. നമ്മുടെ ഡിമാർട്ടി വന്ന് നീ പ്രശ്നം ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് അപ്പുറ സൈഡ് വരുമ്പോൾ ഡിമാർട്ടി വന്ന് പീസ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് പിങ്ക് കൊണ്ട് വൈറ്റ് കൊള്ളാൻ കേട്ടോ. ഇവിടെ ഒരുപാട് ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ. കൊള്ളാം, മേടിച്ചേരണ കൊള്ളാം. കളറില്ല ബാഗ്. കൊള്ളില്ല, കൊള്ളാം. മതി, നീ എൻ്റെ ഉള്ളത്തരം കണ്ടു. കൊള്ളാല്ലേ, നല്ല ഗ്യാപ്പ്. ഒരുപാട് സാധനങ്ങൾ കിട്ടും. കുപ്പി കിട്ടും, തുണി കിട്ടും, എല്ലാം കിട്ടും. എല്ലാ കടയിലുള്ള പോലെ തന്നെ ബെഡ്ഷീറ്റ് കിട്ടും. പിന്നെ എന്താ നീ അവിടെ അപ്പം ഇനി എന്ത് ചെയ്യും? വെക്കുന്നു തന്നെ ഇതാന്ന് വിചാരിച്ചില്ലല്ലോ. എന്തൊക്കെ ആലോചിച്ചായിരുന്നു എടുക്കണമെന്ന്. പിങ്ക് പിടിച്ചു എടുക്കാൻ പോകുന്നു. അല്ല കാണാം, അത് രസമുണ്ടല്ലേ. നല്ല ഫൈൻ, എല്ലാം നല്ല
എടുക്കുന്നു വെക്കുന്നു. ഇനി വെക്കുന്നുണ്ടോ? പേനല്ലേ ഇരിക്കട്ടെ. നഷ്ടമില്ല. കുറേ ബോയൊക്കെ ഉണ്ട്. ഇതൊന്നും ഞാൻ വെച്ച പൊക്കോ കിൻഡർ ഇവിടെ എല്ലാ കാര്യങ്ങളും സ്റ്റേഷനറി ഐറ്റംസ്, അച്ചാറ്, ഹോസ്റ്റലേഴ്സിന് ഉപയോഗകരമായ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. കോഴിയാണ് വേറെയുണ്ട്. ഓക്കെ, ഇവിടെ എല്ലാം ഉണ്ട്. നമുക്കൊന്നും വേണ്ടെന്നേ ഉള്ളൂ. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നോക്കല്ല പിന്നെ പൊടി 24 രൂപയ്ക്ക്. പക്ഷേ ഇത് ലാഭമാണോ? ലാഭമല്ലേ? 225. ഇതൊക്കെ എന്തെങ്കിലും മേടിച്ചാൽ പല ടൈപ്പും ഉണ്ട്. ഇത് ബണ്ണ്, ഫിഷ്, ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ഇപ്പോഴും ഉണ്ട്. വേറെ വേറെ കണ്ണി കണ്ട ഇഷ്ടപ്പെടുന്നതാണ് എടുക്കാൻ. തോന്നി എടുത്തിട്ട് കാര്യമില്ല. പോരട്ടെ. കണ്ടോ, ഇത് കൊള്ളാല്ലേ, നല്ല ഗുളു ആയിട്ട് കൊള്ളാല്ലേ. ഞാനൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ഇതെൻ്റെ കയ്യിലുണ്ട്. കൊള്ളാല്ലേ, പക്ഷെ എത്ര സുഖം എനിക്കെന്തോ തോന്നുന്നു. ഞാൻ ഇത് വാങ്ങിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുക. വാങ്ങാല്ലേ? ഓക്കെ. ടു ബി ഹോണസ്റ്റായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ട്രീസയുടെ കുറവിവിടെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. കൊള്ളാല്ലേ ഗ്ലാസ്. അതെന്തോ ആ ചെടി ഒറിജിനലാടി? ഒറിജിനലാ. ടെഡി ബിയർ എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇതിൻ്റെ വലിയ ടെഡി ബിയർ വാങ്ങിച്ച് എൻ്റെ കട്ടിൽ വെക്കണം. പച്ച കളർ കൊള്ളാം അല്ലേടി? പിങ്കും കൊള്ളാം, പച്ചയും കൊള്ളാം, ബ്ലൂവും കൊള്ളാം. ഇത് ട്രീസാ, ഇത് ഞാൻ, ഇത് അശ്വതി, ഇത് ആൻസി. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബാഗിൻ്റെ അവസ്ഥ കണ്ടു. ഈ അവസ്ഥയുണ്ട്. സുരിയൻ കളിക്കാം. ലെറ്റ്സ് ഗോ. പാലക്ക ബസാറിൽ പോവാം അല്ലേ ശരി? അവർ രണ്ടുപേരും നമ്മൾ രണ്ടുപേരും നമ്മളങ്ങനെ പാലക്ക ബസാറിൽ പോവാമെന്ന് തീരുമാനിച്ചു. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. ചെറിയ വെയിറ്റ് ബാഗിൽ. എന്തെങ്കിലും പറ ശരി. ഒന്നും പറയുക. നമ്മളപ്പം പൊക്കോണ്ടിരിക്കുകയാണ്. അല്ല നടന്ന്. ഹൗ യു ആർ ഗോയിങ്? എങ്ങനെ പോകുന്നു എനിക്കറിഞ്ഞൂടാ. പോയി നോക്കാം. എത്തിയിട്ട് കാണിച്ചു തരാം. ഒറിജിനലല്ല, കണ്ടിട്ട് പെട്ടെന്ന് ഒറിജിനൽ. പ്ലീസ് അങ്ങോട്ട് എവിടെയാണ്? പാലിക്ക ബസാർ. ഹായ്. അശ്വതിയുടെ പുതിയ മൊബൈൽ കവർ, ഷിഫോൺ കവർ ഞങ്ങൾ മേടിച്ചു. പിന്നെ ഞങ്ങൾ ഡിമാർട്ടിൽ വെച്ച് ഒരു മലയാളീനെ കണ്ടു. അതാദ്യം പുതിയ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചുകൊണ്ടൊക്കെ ലേഡി വെള്ളമായിരുന്നു. ഭയങ്കര കൂട്ടായിരുന്നു. മലയാളിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് വന്ന് കമ്പനിയൊക്കെ ആയി. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെയാണ് സംഭവം. ഇനി തുണിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പം ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഫോൺ കവർ വാങ്ങാൻ പോയി. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഹോസ്പിറ്റലിൽ പോയതിൻ്റെ വന്നതാണ്. ഹോസ്പിറ്റൽ പോയിൻ്റ് അന്ന് ഞാൻ ഇവിടെ വന്നു. രമാദേവിയുടെ ഇവിടുന്ന് അവൾ കമ്മൽ വാങ്ങിച്ചു എനിക്ക്. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ കുറേ സ്ഥലമുണ്ട്. രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ കൊള്ളായിരിക്കും. ഇവിടെയൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. അത്രയ്ക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും അല്ലേ? നീ നൈറ്റ് വന്നിട്ടുണ്ടോ ഇവിടെ? ഞാനിവിടെ വന്നിട്ടുണ്ട് നൈറ്റ്. അപ്പം
ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഹൈദരാബാദിൽ വന്നപ്പോൾ ചിറ്റയും ഞാനും അമ്മയായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. ഞാൻ ആദ്യം വന്നപ്പോഴേ ഹോസ്റ്റലിലോട്ടാണ്, ഞാൻ ഇവിടെ നിന്നിട്ട് അവിടെ താമസിച്ചിട്ടാണ് ഞാൻ നേരെ ഇവിടെ നിന്നാണ് പോയത്. കൊള്ളായിരുന്നു സമയമൊക്കെ. കുടിക്കാൻ പോവുകയാണ്. ഇവിടെ കാണിയിരിക്കുന്ന കരിമീൻ ജ്യൂസ്. എനിക്ക് എന്താണെന്നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിമീൻ ജ്യൂസ് കുടിക്കാൻ. ആ തണുത്ത ആ ഒരു ഐസ് കട്ടൊക്കെ ഇട്ടിട്ട് അശ്വതി മോഹമായിരിക്കുന്നു. ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണ്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. ഇവിടെ ഡിസംബർ ആയ ഭയങ്കര തണുപ്പാണ് ഹൈദരാബാദ്. അത് ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ ഞങ്ങളെ സീനിയർ ചേച്ചിയെ കണ്ടു, ഞങ്ങളുടെ തൊട്ട് മുകളിലത്തെ സീനിയർ. അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ചേച്ചിയെ കാണുന്നതോടെ വെച്ച്. നല്ല ടച്ച്. നീ വരുന്നുണ്ടോ വീഡിയോയിൽ? ഇപ്പുറ സൈഡ് വാ. ബൈ. സ്റ്റൈൽ യൂണിയന് ഒരു ഡ്രസ്സും വാങ്ങിച്ച് ഞങ്ങളുടെ സ്റ്റുഡിയോയിലോട്ട് ചാടാൻ പോകും. ഈ വഴി പോകാം, ആ വഴി പോകണം, അപ്പുറത്തെ വഴി പോകാം. ആ ഞാൻ ഇപ്പോൾ കോൾ ചെയ്ത് അപ്പോൾ കഴിച്ച് ഞങ്ങൾ പിസ്ത ഹൗസിൽ ഫുഡ് കഴിക്കാൻ വന്നു. ഞങ്ങളോട് അല്ല ചേച്ചി. ഹലോ അശ്വതി നോക്കിച്ചിരിക്കും. ഇവിടെ ഭയങ്കര തിരക്ക്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പുറത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആഹല്യ അപ്പം ശരി, എന്നാൽ പോയി കഴിച്ചിട്ട് ഞങ്ങൾ അകത്ത് കയറി ഡിഷ് നോക്കിക്കൊണ്ടിരിക്കുക. അശ്വതി കണ്ടില്ലേ, അഗാധമായ ചിന്തയിലാണ് അശ്വതി. പറ, ഇനി സംസാരിക്കില്ല, ക്യാമറ കണ്ട് ഇനി സംസാരിക്കില്ല. ഞാൻ വെജ് നൂഡിൽസ്, നീ അത് ഫ്രൈഡ് റൈസാണ്. ഫ്രൈഡ് റൈസ്. ചേച്ചി ഏതായിരുന്നു ചേച്ചി? ആ ചിക്കൻ നൂഡിൽസ്. ഞാൻ കഴിക്കട്ടെ സോസൊക്കെ വെച്ച്. ഞങ്ങൾ കഴിച്ചിട്ട് നേരെ ചെന്നപ്പോൾ തന്നെ ബസ് അവിടെ ഓൾറെഡി വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പം നേരെ ഇങ്ങ് പോകുന്നു. അല്ലേടി അശ്വതി? അപ്പം ഇന്നത്തെ ദിവസം അത്രയൊക്കെ ഉണ്ടായിരുന്നു. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ. See you in my next vlog.